ഞാനും കട്ടി അത് അത്രയൊന്നും വേണ്ട. കട്ടി ഇന്നെങ്ങാനും വെട്ടി തീരുവോ? കുറെ നേരം തിന്നണല്ല. അതൊന്നും അത്രയും വേണ്ട. എക്സ്പ്രഷനൊക്കെ ഭയങ്കര ക്രിഞ്ചാണ്. എന്റെ സംശയം ഇവൻ എന്റെ ഡയറക്ഷൻ കയറി മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അച്ഛന്റെ മുന്നിൽ ഡയറക്ടർ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കാൻ ഈ ബിഗ് ബജറ്റ് സിനിമയൊക്കെ ചെയ്തത്. ഇത് കണ്ടു കഴിഞ്ഞാൽ അമ്മ പോലും വീട്ടിൽ കയറ്റൂല. അളിയൻ തന്നെ ചെയ്താൽ മതിയായിരുന്നു ആ റോള്. അപ്പൊ ആര് ഡയറക്റ്റ് ചെയ്യും? അല്ല, ഈ ക്യാരക്ടർ ഇത്രയും താടി പറ്റില്ല. താടി പഠിച്ചാ പോരെ. താടില്ലാത്ത ഡയറക്ടറോ? അത് പോട്ടെ, സാറ്റലൈറ്റിന്റെ കാര്യമോ? കുറച്ചൊക്കെ റിസ്ക് എടുക്കണം എന്റെ പൊണ്ണ് മാധ്യമമേ. അതെ വിജയേട്ടാ, ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ലാസ്റ്റ് ക്ലൈമാക്സ് സീനിലെ 1-2 ഷോട്ട് വേറെ ആംഗിൾ ഒന്ന് എടുക്കേണ്ടി വരും. നമുക്കൊരു ഹാഫ് ഇട വിജയേട്ടൻ വിചാരിച്ചാണ് നടക്കും. ഞാൻ വിചാരിക്കത്തില്ല. മര്യാദക്ക് ഷൂട്ടുള്ളപ്പോൾ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തിട്ടില്ല. പിന്നെ ഷൂട്ടില്ലാത്തപ്പോ അവന്റെ 3 പടമാണ് അടുത്ത് ചീറ്റിയത്. പക്ഷെ പ്രൊഡ്യൂസർമാർക്ക് പൈസ കിട്ടി. സാറ്റലൈറ്റ്, OTT വകയായിരുന്നു. ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന പടത്തിന്റെ ടീസർ കൊള്ളാം. പടം എന്താവും ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇപ്പൊ ചൂടോടെ റെഡിയാക്കി തന്നാ ഞാൻ വിൽക്കാം. എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാൻ നോക്കും. 100 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കഴപ്പ് തീർന്നിട്ടില്ല. വിളിച്ച് നോക്കാല്ലേ? എനിക്ക് എന്റെ പൊന്ന് ധ്യാനം നടക്കില്ല. ഒരു കാരണവശാലും നടക്കില്ല. ഇവിടെ കോച്ച് സാറിന്റെ പടം തുടങ്ങാനിന്ന് 70 days അനങ്ങാൻ പറ്റത്തില്ല. അറിയാലോ, പുള്ളിക്കാരൻ മൊത്തം വേറൊരു ലൈനാണ്. പടം തുടങ്ങണ തന്നെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടേ തൽക്കാലം ഇപ്പം നടക്കത്തില്ല. നമുക്കിതൊന്ന് കഴിയട്ടെ, ഞാൻ വിളിച്ചോളാം കേട്ടോ. അല്ല ധ്യാനേ, അന്ന് ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് ഗംഭീരന്നൊക്കെ പറഞ്ഞാണല്ലോ. പിന്നെ എന്ത് പറ്റി? ഹലോ, കട്ട് ചെയ്തു. സാർ, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ശരി, പോ. സാർ, ഏട്ടായി കോഫി. നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഒന്ന് പൊളിച്ചു നോക്കി. എന്താണ് നോക്ക്. സ്ലേറ്റ് ആണോ? ആ, ഗുച്ചിയുടെ ഒരു കട്ടിംഗ് ബോർഡ് പറഞ്ഞിട്ടുണ്ടായി. ചിലപ്പോൾ അതായിരിക്കും. ലേനി, ആ, നമ്മുടെ പുതിയ സെക്യൂരിറ്റി എങ്ങനെ കണ്ടാ? ഉത്തമനല്ല. ഗുഡ് മോർണിംഗ് ബോയ്സ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബിഗ് ഗുഡ് ബോസ്. മോർണിംഗ്. എന്താണ്? ഓ, ഗേൾസ് ഉണ്ടായിരുന്നോ? പെയിൻ ഇൻ ദാസ്. ദിസ് ഈസ് നോട്ട് ഫെയർ അൾട്ടിമേറ്റ്ലി. ഇതാണോ ഈ പടം കണ്ടൊരു 1.5 വർഷമെങ്കിലും ഉണ്ടാവില്ലേ? അതെന്തായാലും ആവട്ടെ, നീ ഇവനൊന്ന് ആ ഭിത്തി കയറ്റ്. എവിടെ? അവിടെ. ഓക്കെ, പെർസെന്റ് ആക്കി തരാം. ഇനി വേണ്ടതൊരു ബ്ലോക്ക് ബസ്റ്ററാണ്. ഇറ്റ്സ് ഹൈ ടൈം. അതിനെ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പോരാ, കുറച്ചുകൂടി നല്ല ഇമാജിനേഷൻ വേണം. എന്തുവേണമെന്ന് പറഞ്ഞത്? ഓക്കെ, കം ടു ദ പോയിന്റ്. കോച്ച് സാർ ഈസ് വെരി പങ്ക്ച്വൽ. 9 o'clock ഷാർപ്പ് വിത്ത് മേക്കപ്പ് റെഡി ആയിട്ടിരിക്കണം. പിന്നെ ഇന്നലെ ഞാൻ തന്ന സീനും ഡയലോഗൊക്കെ ഒന്ന് നോക്കിയായിരുന്നു. മനസ്സിലായി. ഇന്നലെ ഞാൻ വെച്ച സ്ഥലത്ത് അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി.